ഹായ് ഗായ്സ്, എല്ലാവർക്കും ലച്ചുകുട്ടി വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. EVSൻ്റെ ഒരു ചെറിയൊരു ക്ലാസ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എനിക്ക് അത്രയൊന്നും അറിയത്തില്ല, എന്നെ പഠിപ്പിച്ച അത്രയും ഞാൻ എനിക്ക് പറഞ്ഞുതരാം. ഒന്നാം പാഠം വയലും വനവും. ഞാൻ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. നീ വരുന്നോ എന്നോടൊപ്പം കളിക്കാൻ? മീൻ ചോദിച്ചു. നീ വരുന്നോ എന്നോടൊപ്പം കളിക്കാൻ? അണ്ണാനോട് ചോദിച്ചു. മത്സ്യം അണ്ണാനോട് ചോദിച്ചു. ഇത് കേട്ട് തവള ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വെള്ളത്തിലിറങ്ങിയാൽ അണ്ണാൻ്റെ ഗതി എന്താവും? ഇത് കേട്ട് തവള ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വെള്ളത്തിലിറങ്ങിയ അണ്ണാൻ്റെ ഗതി എന്താവും? അണ്ണാൻ വെള്ളത്തിലിറങ്ങാൻ പറ്റത്തില്ലല്ലോ, അണ്ണാൻ കരയിലല്ലേ ജീവിക്കണേ. അണ്ണാനും വിട്ടുകൊടുത്തില്ല. എന്നെ പോലെ മരത്തിൽ ഓടിക്കയറാനും ചില്ലാളിൽ ചാടിക്കയറാനും നിനക്കാവുമോ എന്ന് അണ്ണൻ തവളയോട് ചോദിച്ചു. അപ്പോൾ തവള പറഞ്ഞു, വെള്ളത്തിൽ ഊളിയിടുവാനും വെട്ടിത്തിരിയുവാനുമെല്ലാം മത്സ്യത്തെ പോലെ ആർക്കാണ് കഴിയുക? മത്സ്യത്തിന് കരയിൽ ജീവിക്കുവാനും സഞ്ചരിക്കുവാനും കഴിയുമോ? അത് നിങ്ങൾ അടിയിൽ എൻ്റെ ആൻസർ എഴുതിയാൽ മതി. അടുത്തതാണ്, നിങ്ങൾ മത്സ്യത്തെ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഒരു മത്സ്യത്തിൻ്റെ ചിത്രം വരയ്ക്കൂ. അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? നിങ്ങൾ നോട്ട്ബുക്കിൽ ഏതെങ്കിലും മത്സ്യത്തിൻ്റെ ചിത്രം വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് എന്നൊക്കെ എഴുതണം. ചിത്രങ്ങൾ പരിശോധിക്കൂ. ഇത് ഈ തോണിയുടെ, മീനിൻ്റെ, ഷാർക്കിൻ്റെ ഇത് കണ്ടോ? ഇതിൻ്റെയൊക്കെ പടം തന്നിട്ട് ഇതിൻ്റെ ആകൃതിയൊക്കെ എഴുതാനാണ് പറയുന്നത്. ഇവയുടെ ആകൃതി എന്താണ്? ജലത്തിലൂടെ വേഗത്തിൽ പോകുന്നതിന് അനുയോജ്യമായ ആകൃതിയല്ലേ ഇവയ്ക്കുള്ളത്? തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി ജലത്തിൽ സഞ്ചരിക്കുന്നതിന് മത്സ്യത്തിന് സഹായകമാണ്. ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകളല്ലേ മത്സ്യത്തിനുള്ളത്? ഇനി അടുത്തൊരിതാണ്, അത് ഞങ്ങൾ നോട്ട്ബുക്കിൽ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയാണ് അത് ചെയ്യുന്നത്. ഞാൻ ഒന്ന് വായിക്കാം. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇതിന് അനുകൂലനം എന്ന് പറയുന്നു. ഇതൊരു മൊത്തം ഒരു ബോക്സിലാക്കി ഇതുണ്ടോ? ഇത് മൊത്തം നമ്മൾ ബോക്സിലാക്കി നോട്ട്ബുക്കിൽ എഴുതാറാണ് ഞങ്ങൾ ചെയ്യാറ്. മറ്റെന്തെല്ലാം അനുകൂലങ്ങളാണ് മത്സ്യത്തിനുള്ളത് എന്ന് ചർച്ച ചെയ്യൂ. അടുത്തത് വർക്കാണ്. കടലാസ് കൊണ്ടൊരു മീൻ. കടലാസ് പേപ്പർ കൊണ്ടൊരു മീനെ നിർമ്മിക്കാനാണ് അടുത്തൊരു വർക്ക്. ലീന കടലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു മത്സ്യത്തിൻ്റെ രൂപമാണിത്. ഇതുണ്ടോ? ഒരു വർണ്ണക്കടലാസൊക്കെ എടുത്ത് ഇതുപോലെ ചെയ്താൽ നമുക്ക് ഒരു മീനെ നിർമ്മിക്കാം. വാസസ്ഥലം. നിനക്ക് എന്നാ തട്ടിയിട്ട് കാലിന്നത് ആടി? പിന്നെ ആരോട് വന്നിരിക്കാൻ പറഞ്ഞേ? വാസസ്ഥലം. നിങ്ങളുടെ പ്രദേശത്തുള്ള കുളവും വയലും അതിൻ്റെ പരിസരവും മുതിർന്നവരുടെ സഹായത്തോടെ നിരീക്ഷിക്കൂ. നിങ്ങളുടെ പ്രദേശത്ത് ഈ വയലും തോടൊക്കെ ഇല്ല, അതിനകത്ത് മീൻ കാണുമല്ലോ. അതിൽ നിങ്ങൾ മുതിർന്നവരായി അവരെ കൊണ്ടുപോയി അതിനെന്തൊക്കെ പ്രത്യേകത ഉള്ളത് അത് നോട്ട്ബുക്കിൽ എഴുതുക. അവിടെ ഏതെല്ലാം സസ്യങ്ങളെയും ജന്തുക്കളെയുമാണ്
കണ്ടത് അവയുടെ പേരെഴുതൂ. അത് അവിടെ പോയിട്ട് എന്തൊക്കെ നമ്മൾ ആമേനെയൊക്കെ കാണത്തില്ല, ആമേനെയും തവളേനെയൊക്കെ കാണത്തില്ലേ, അവിടെ എന്താ കണ്ടതെന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ അതിൻ്റെ താഴെ എഴുതുക. അടുത്തതാണ് അടുത്ത പേജ്. ഏതെല്ലാമാണ് കരയിൽ മാത്രം വസിക്കുന്നവ, ജലത്തിൽ മാത്രം വസിക്കുന്നവയോ? പട്ടികയിൽ എഴുതി ചേർക്കൂ. ഇവിടെ ഒരു പട്ടിക നമുക്ക് കൊടുത്തിട്ടുണ്ട്. കരയിൽ വസിക്കുന്നവ, ജലത്തിൽ വസിക്കുന്നവ, ഇതെല്ലാം കൂടെ ഒരു ബോക്സിലാക്കിയാണ് നമുക്ക് തന്നത്. ഇതുണ്ടോ, ഇതുപോലൊരു ബോക്സിലാക്കി നമ്മൾ അതിൽ എഴുതണം. കരയിൽ വസിക്കുന്നവ ആൽ, കീരി, അണ്ണാൻ, കുരങ്ങൻ, ഇവയെല്ലാം കരയിൽ വസിക്കുന്നവയാണ്. ഇനിയും എഴുതാം നിങ്ങൾക്ക്. ജലത്തിൽ വസിക്കുന്നവ ആമ്പൽ, തവള, ആമ, മത്സ്യം, ഇവയെല്ലാം ജലത്തിൽ വസിക്കുന്നു. ആമ്പൽ, താമര തുടങ്ങിയ സസ്യങ്ങൾ ജലത്തിൽ വസിക്കുന്നവയല്ലേ? ജലത്തിൽ വസിക്കുന്നതിന് എന്തെല്ലാം അനുകൂലനങ്ങൾ അവയ്ക്ക് ഉണ്ടെന്ന് ചർച്ച ചെയ്ത് പരിസര പുസ്തകത്തിൽ എഴുതൂ. അത് നിങ്ങൾ തന്നെ എഴുതാം. കരയിലും വെള്ളത്തിലും സഞ്ചരിക്കുവാൻ ജീവികൾ മുതല. അനുകൂലനങ്ങൾ: ശരീരത്തിലെ ശൽഖങ്ങൾ. ജീവികൾ തവള. അനുകൂലനങ്ങൾ: പരന്നതും ത്രികോണാകൃതിയിലും ഉള്ള തല. അടുത്തൊരു ആൽമരത്തിന് ആണ്. കേമനാര്? താനാണ് കൂടുതൽ ജീവികൾക്ക് വാസസ്ഥലം നൽകുന്നത്. ആൽമുത്തശ്ശി പറഞ്ഞു. ഒന്ന് സൂക്ഷിച്ചു നോക്കൂ, എന്നിലാണ് കൂടുതൽ ജീവികളും വസിക്കുന്നത്. ആൽമുത്തശ്ശിയും എന്നില്ലല്ലേ നിൽക്കുന്നത്? മണ്ണ് ചോദിച്ചു. ആൽമുത്തശ്ശിയും എന്നിലല്ലേ നിൽക്കുന്നത്? ആൽമുത്തശ്ശി പറഞ്ഞ് താനാണ് കൂടുതൽ ജീവികൾക്ക് വാസസ്ഥലം നൽകുന്നത്. അടുത്തത്, മണ്ണിൽ ആരെല്ലാം വസിക്കുന്നുണ്ട്? പാറകളിൽ പോലും എത്ര ജീവികൾ ഉണ്ടാകും? എഴുതി നോക്കൂ. അത് പുസ്തകത്തിൽ തന്നെ എഴുതാം. പാമ്പ്, പുല്ല്, പക്ഷി. ജീവികൾക്ക് ആൽമരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? ശുദ്ധവായു, ആഹാരം, വാസസ്ഥലം. ഇത്ര ഞാൻ എടുക്കുന്നുള്ളൂ. അടുത്ത പാഠം ഞാൻ അടുത്ത വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.